വെൽക്കം വെൽക്കം ബാക്ക് ഗൈസ്. ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ബോറാണ് എനിക്കറിയാം. പിന്നെ ഞാനായിട്ടുള്ള രീതി തന്നെ കാണിക്കുന്നതല്ലേ നല്ലത് ഗൈസ്. അപ്പം ഞാൻ വന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എബ്രോഡൊക്കെ പോകുമായിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 1 വർഷം കൊണ്ട് പോകുമായിരിക്കുന്ന ഒരാളാണ്. അതെന്നുണ്ടെങ്കിൽ ചിലർ പറയും ഇങ്ങനെ നിങ്ങൾ വെളി പറയരുത്, നടക്കത്തില്ല. എനിക്കതിനൊന്നും പേഴ്സണലി വിശ്വാസമില്ല. എന്താ നടക്കാനുള്ളതാണ് നടക്കും. ഇപ്പം പോകാൻ പറ്റിയാൽ പോകാൻ പറ്റും, ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതി, അങ്ങനെ ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആർക്കെങ്കിലും ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആവട്ടെ. ഇത് ഫസ്റ്റിൽ തന്നെ പറയാം, നിങ്ങൾ ഇനി ഞാൻ എല്ലാം അറിയാവുന്ന ആളൊന്നുമല്ല. എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 8 മാസം 9 മാസം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരാളാണ്. 4 മാസം 5 മാസത്തിനകം പോകാൻ പറ്റുമെന്നാണ് ഞാൻ ബന്ധപ്പെട്ട ആൾക്കാർ പറയാം. പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഉള്ള കാര്യം ഉള്ള പോലെ നിങ്ങൾക്ക് പറയാം. ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ സേഫ് ആയിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡോക്യുമെൻ്റ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ഡോക്യുമെൻ്റ് എടുക്കേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എത്ര ദിവസം ഡിലേ വരും, എന്തുവാ വി എഫ് എസിന് പോകുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്കുള്ളത്. അതെല്ലാം നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യാം. എനിക്കത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആൾക്കാർ പറയായിരിക്കും, അവിടെ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. നടന്നില്ലെങ്കിൽ പേഴ്സണലി എനിക്ക് വിധിച്ചാണ് നടക്കത്തില്ല. ഇനി പറഞ്ഞൊന്നും ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ആദ്യം തന്നെ പറയാം, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് പോകുന്നതിനേക്കാളും മുന്നേ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ രാജ്യം നിങ്ങൾ ചൂസ് ചെയ്തതിനു ശേഷം അവിടുത്തെ അവൈലബിലിറ്റി തിരക്കുക, അവിടുത്തെ നിയമങ്ങളെ പറ്റി കുറച്ചൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് പോകാതിരിക്കുക. 2-3 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതായിരിക്കും എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏജൻസി ആണെന്നുണ്ടെങ്കിലും ഏജന്റ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യം പറയുന്നത് 50% മുമ്പീര. പച്ചയ്ക്ക് അറിയാം, എനിക്ക് യാതൊരു മടിയില്ല പറയാൻ. 50% നിങ്ങൾ പറയുന്ന സമയത്തിന് പോകാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട, നടക്കുമെന്ന് ഞാൻ വ്യക്തിയോട് എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറ്റത്തില്ല. 6 മാസം 1 വർഷം കൊണ്ടൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാവുന്ന ഒരാൾ 1.5 വർഷമായി കൊടുത്തിട്ട് 1 വർഷമായിട്ട് നടക്കുന്നത്. ചിലർക്ക് ഭാഗ്യമുള്ളവർക്ക് ചിലപ്പോൾ നടക്കട്ടെ, പെട്ടെന്ന് നടക്കുമായിരിക്കും. ഭഗവാനെ എല്ലാവർക്കും പെട്ടെന്ന് നടക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരും പോയി രക്ഷപ്പെട്ടെ, നമുക്ക് എന്താ നല്ലതല്ലേ എല്ലാവരും പോയി രക്ഷപ്പെടുന്നത്. അപ്പം പൈസ കൊടുക്കുന്നതിനേക്കാളും മുന്നേ വിശ്വാസമുള്ളവർക്ക് പൈസ കൊടുക്കുക. പൈസ കൊടുക്കുന്നത് ബാങ്ക് ട്രാൻസ്ഫർ തന്നെ ചെയ്യുക. അല്ലാതെ കൈ കൊണ്ട് ഈ മാമ ഇന്നാ പൈസ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിക്കത്തേ ഉള്ളൂ. 11 ലക്ഷം രൂപ എൻ്റെ ചേട്ടൻ്റെ പോയി. എനിക്കറിയാം. ആ 11 ലക്ഷം രൂപ 11 ലക്ഷം രൂപയാണ് 10 ലക്ഷം രൂപയ്ക്ക് മണ്ടയ്ക്കാണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് ആ ചേട്ടന് മാത്രമല്ല, ആ ഏജന്റിൻ്റെ ഈ പൈസ കൊടുത്തവരുടെ മൊത്തം എവിടെയും പൈസ പോയി. വെള്ളത്തിൽ കരച്ച വരെയാണ്. നിങ്ങൾ നല്ലൊരാളെ കണ്ടുപിടിക്കുക, അക്കൗണ്ട് ത്രൂ മാത്രം പൈസ ട്രാൻസ്ഫർ ചെയ്യുക. ഗൂഗിൾ പേ കുന്തങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ആളിനെ പേഴ്സണലി അറിയാവുന്ന ആളായിരിക്കണം. വീടൊക്കെ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെങ്കിലും പോയി നോക്കി സംസാരിക്കുകയെങ്കിലും ചെയ്യാം. അതാണ് ഫസ്റ്റ് ഡേ എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത്. ബാക്കി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്യും. ബാക്കി നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പേഴ്സണൽ അനുഭവം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ രീതി നല്ല രീതിയിൽ തിരക്കിയതിന് ശേഷം മാത്രം ഒരു ഏജൻസിയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. ഈ പറഞ്ഞ എന്നെ പോലും വിശ്വസിക്കരുത് ഒരു പരിധി കൂടുതൽ. എനിക്ക് അത്ര നിങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത്. എന്തൊരു ചൂടാടി, വീർത്ത് നാശമായി. അപ്പം ഞാൻ അടുത്ത വീഡിയോ നാളെ വരാം.